ക്യാരറ്റും ബീൻസൊക്കെ എടുത്തിട്ട് ലഞ്ച് ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിപ്പോൾ ഇന്ന് തോരനാണ് ഉണ്ടാക്കുന്നതെന്നല്ലേ. പക്ഷെ അല്ല കേട്ടോ, ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനാണ് ഇപ്പോൾ ഈ ക്യാരറ്റും ബീൻസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ ബട്ടറിൽ ക്യാരറ്റും ബീൻസും ഒന്ന് സോട്ട് ചെയ്യാണ്. വെജിറ്റബിൾസ് ആയിട്ട് ഇപ്പോൾ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഉണ്ടാക്കുക. പിന്നെ മുട്ടയുണ്ട്, അപ്പോൾ 3 മുട്ട വെച്ചിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുകയാണ്. എനിക്ക് ഫ്രൈഡ് റൈസ് നല്ല ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ നല്ല ഹെൽത്തി ഫുഡാണ്, മാത്രമല്ല എന്താ കംപ്ലീറ്റ് മീലും ആണല്ലോ. പിന്നെ അതിൻ്റെ കൂടെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ കുരുമുളകും ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറ് ആദ്യം തന്നെ വേവിച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ബീഫോ ചിക്കനൊക്കെ കണ്ട സാധാരണ ചോറിനെക്കാട്ടിലും കുറച്ച് വെറൈറ്റി ചോറ് ഉണ്ടാക്കാനാണ് കേട്ടോ എനിക്ക് താല്പര്യം. അതാണ് ഇപ്പം ഞാൻ ഉള്ളത് വെച്ചിട്ട് ഇപ്പം ഒന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. പിന്നെ രാവിലത്തെ കുറച്ച് ബീഫ് കറി ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് വരട്ടി എടുക്കുകയാണ് ഫ്രൈഡ് റൈസിലേക്ക് സൈഡ് ഡിഷായിട്ട്. ഫ്രൈഡ് റൈസും ബീഫ് വരട്ടിയതും നല്ല കോമ്പിനേഷനാണ്. എനിക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ബീഫ് വരട്ടിയതാണ് കേട്ടോ നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. എല്ലാവർക്കും ചിക്കൻ ഫ്രൈ ഒക്കെ ആവില്ലേ. അങ്ങനെ ഫ്രൈഡ് റൈസ് കഴിക്കുകയാണ് കേട്ടോ. എന്തോന്നറിയില്ല, എനിക്കിപ്പോൾ മറ്റ് റൈസിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം ഫ്രൈഡ് റൈസാണ്. വൈകിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് ചായ കുടിക്കാൻ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സൺഡേ ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇറാനി ചായയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി ആയിട്ട് കുക്കീസൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടുത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ഈ ഒരു ബണ്ണാണ് കേട്ടോ. ഇത് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വൈറ്റ് സോസൊക്കെ തരും, നല്ല സ്വീറ്റ് ആയിട്ടുള്ള കേട്ടോ. അപ്പോൾ അതങ്ങനെ കഴിക്കാനും രസമൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഇറാനി ചായ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. എനിക്ക് നമ്മുടെ നാട്ടിലെ നാടൻ ചായയാണ് കേട്ടോ ഇഷ്ടം. പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ചായ കുടിക്കണത് അതൊരു ചില്ലിങ് ആണല്ലോ അല്ലേ.